ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാംഗോ കസ്റ്റാർഡ് ജെല്ലി മിക്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ മാങ്ങ സീസണും കൂടിയാണല്ലോ. അപ്പോൾ മാംഗോ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ മാംഗോയുടെ ജെല്ലി കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ജെല്ലി ഉണ്ടാക്കാനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മാങ്ങ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് മാംഗോൻ്റെ ഫ്ലേവറുള്ള ജെല്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാകും. അധികം റേറ്റ് ഒന്നുമില്ല, 100 രൂപയിൽ താഴെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ആ ഒരു പൗഡർ മുഴുവനായി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ജലാറ്റിൻ്റെ പൗഡറും കൂടി ഉണ്ടാകും. അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിത് ഒരു 2 hours ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ജെല്ലിയായി കിട്ടും കേട്ടോ. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇരുന്ന് ജെല്ലി ആവട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മാംഗോയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മധുരം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടാക്കണം. അതിനായി ഒരു 1/4 കപ്പ് പാലെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കട്ട കെട്ടാതെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി 1 കപ്പ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പാല് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കൈ വിടാതെ തന്നെ ഈ ഒരു സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വരെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മാംഗോ ഇല്ലേ, അതിങ്ങനെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ജെല്ലി ആയി കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ അധികം ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇത് എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര അങ്ങ് ജെല്ലിയായി കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ടൈം കിട്ടിയാണെങ്കിൽ ഇതൊരു ക്യൂബ്സ് പോലെ കിട്ടും കേട്ടോ നമുക്ക്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തന്നെ നമുക്ക് ആ ഒരു മിക്സ് നമ്മളിപ്പോൾ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കസ്റ്റാർഡിൻ്റെത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചതിൽ നിന്നും മാങ്ങയുടെ പേസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഡെക്കറേഷന് വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കണമെന്നൊന്നുമില്ല, ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഐറ്റമാണ് കേട്ടോ, അത് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചൂടത്തൊക്കെ നമുക്ക് കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ മാംഗോ കസ്റ്റാർഡ് ജെല്ലി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഗ്ലാസ്സുകളിലേക്ക് കൂടി മാറ്റി കൊടുക്കാം. ഈ ഒരു ഐറ്റം എല്ലാവരും ട്രൈ ആക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ മാമ്പഴം മേടിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ മാമ്പഴം മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വലിയവരെക്കാളും കുഞ്ഞു കുട്ടികൾക്കാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ വല്ലാണ്ട് ഇഷ്ടമാവുക. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ട്രൈ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ, താങ്ക് യു.